ഡോക്ടർ ഈസ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും നല്ല ആന ഗവേഷകനാണ്. ആനയെക്കുറിച്ച് PhD തീസ് എഴുതിയ ആളാണ് ഡോക്ടർ PS ഈസ. ഡോക്ടർ ഈസ ഈ പൂച്ചപ്പുലിയെക്കുറിച്ച് കുറച്ച് വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഈ പൂച്ചപ്പുലിയെക്കുറിച്ച് അദ്ദേഹത്തെ നമ്മളൊന്ന് ടെലിഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ പൂച്ചപ്പുലി എന്ന് പറയുന്ന അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം. പുള്ളി പറയുന്നത് ലെപ്പാർഡ് ക്യാറ്റ്. അപ്പോൾ ഡോക്ടർ PS ഈസ സംസാരിക്കുന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ ഈസ, സുഖമായിരിക്കുന്നോ? അപ്പം നമ്മുടെ ഈ പൂച്ചപ്പുലിയെ കുറിച്ച് കേട്ട് നിങ്ങൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഞാൻ അറിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വയനാട് ലേഖകൻ സുർജിത്ത് അയ്യപ്പത്ത് കൂടി ടെലിഫോണിൽ വരും. അപ്പോൾ പൂച്ചപ്പുലിയുടെ വിശദാംശങ്ങൾ പറഞ്ഞ പ്രേക്ഷകർക്ക് അത് ഉപകാരമാവും. സാധാരണ ഇതിലിപ്പോ കാട്ടുപൂച്ച എന്നുള്ള ജംഗിൾ കാറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത്. കാരണം ജംഗിൾ കാറ്റ് കാട്ടുപൂച്ചയാണ്. കാട്ടുപൂച്ച അത്യാവശ്യം കാട് പോലുള്ള നാട്ടിലും ഒക്കെ കാണുന്ന ഒരു പൂച്ചയാണ് കാട്ടുപൂച്ച എന്ന് നമ്മൾ ജംഗിൾ കാറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നാട്ടില് കോഴിയൊക്കെ പിടിക്കുക എന്നൊക്കെ പരാതിയൊക്കെ നമ്മൾ പൊതുവെ പറയാറുള്ളത്. ലെപ്പേർഡ് കാറ്റ് അതിനെ വള്ളിപ്പുലി എന്നും പറയും. ഇപ്പൊ പൂച്ചപ്പുലി എന്ന് പറയുന്നതായിട്ട് പുതിയൊരു പേരും കൂടി കിട്ടി എനിക്ക്. ഇത് കാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ കാടിനടുത്ത് അല്ലെങ്കിൽ കാടിന് പുറത്ത് ആണ് പൊതുവെ കാണുന്നത്. കാടിന്റെ അകത്ത് ആണ് അല്ലെങ്കിൽ കാടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇത് കാണുന്നത്. ഇത് രണ്ടും അത്ര വലിയ ഭീകര ജീവികളൊന്നും അല്ല. ഇതൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇതേപോലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഏതോ ഒരു വലിയൊരു സാധനം ആണ്, പ്രത്യേകിച്ച് പുലി എന്നുള്ള പേര് കൂടി കൊടുക്കുമ്പോൾ. നിങ്ങൾ ഈ ദൃശ്യം കണ്ടായിരുന്നോ, നമ്മുടെ ഈ പൂച്ചപ്പുലി ഓടി പോകുന്നത്? ഏതാ ആ ദൃശ്യം കണ്ടായിരുന്നു? കണ്ടായിരുന്നു. അപ്പോൾ ഒരു സെക്കൻഡ്, നമ്മുടെ വയനാട് പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് കൂടി ടെലിഫോണിൽ ചേരുന്നു. സുർജിത്തെ, ഡോക്ടർ PS ഈസ കേരളത്തിൽ അറിയപ്പെടുന്ന ആന ഗവേഷകനാണ്. കേരള സർവകലാശാലയിൽ നിന്ന് ഈ ആന ഗവേഷണത്തിന് PhD ലഭിച്ച ആളാണ് അദ്ദേഹം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചധികം കാലം നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് സന്തോഷമായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ സുർജിത്ത്, ഇപ്പം പൂച്ചപ്പുലി എന്നുള്ള രീതിയിലുള്ള വിശദാംശമാണ് അദ്ദേഹം തരുന്നത്. താങ്കൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ ഈസ ലൈനിൽ നിൽക്കുകയാണ്. ഡോക്ടർ ഈസ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ക്യാമ്പുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. നേരത്തെ നെസ്റ്റ് എന്ന് പറയുന്നൊരു സംഘടന ഞാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നടത്തിയ ക്യാമ്പിലടക്കം അദ്ദേഹം ആ ക്യാമ്പിൽ വിശദമായി വനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചിട്ടുള്ള ആളുകൂടിയാണ് ഡോക്ടർ ഈസ. എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. എന്തായാലും ഇത് ഈ പൂച്ചപ്പുലി തന്നെയാണെന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്ര കണ്ട് അപകടകാരിയല്ല എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും മറ്റ് പുലിയുടെ പോലെ ഒരു ആശങ്ക വേണ്ട, ജനവാസ മേഖലയിൽ നിന്ന് കണ്ടെങ്കിലും പുലിയുടെ പോലെ ഒരു ആശങ്ക വേണ്ട എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. സുർജിത്ത്, ഡോക്ടർ ഈസ താങ്കൾ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അല്ല ഇതില് ഈ പറഞ്ഞത് തന്നെയാണ് ശരി. പക്ഷെ എനിക്ക് ദൂരെ എന്നുള്ള ക്യാമറ എത്ര ദൂരെ എന്നാണ് എടുത്തിരിക്കുന്നത് അറിയില്ല. കണ്ടിട്ടൊരു പുലിയുടെ നീളവും അതുമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ലെപ്പേർഡ് കാറ്റ് തന്നെ ആയിരിക്കാം, വള്ളിപ്പുലി അല്ലെങ്കിൽ പൂച്ചപ്പുലി എന്ന് ഓരോ പ്രദേശത്ത് ഓരോ പേരുകളാണ് പറയുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. താങ്ക് യു ഡോക്ടർ PS ഈസ. അതർവൈസ് എല്ലാം സുഖമായിട്ട് പോകുന്നില്ലേ? സുഖമായി പോകുന്നു. കേരള വനഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് കേട്ടോ വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ താങ്ക് യു ഡോക്ടർ ഈസ. പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റ്സ് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. താങ്ക് യു ഡോക്ടർ ഈസ. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.